പർച്ചേസ് ഗുഡ്സ് ഫ്രം അനിൽ 10,000. അതായത് അനിൽ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും 10,000 രൂപയ്ക്ക് കടത്തിന് നമ്മൾ സാധനം വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുന്നു, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു 10,000. അനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ്, നമ്മൾ കടത്തിനാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അനിൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റിയാണ്. ഇവിടെ ലൈബിലിറ്റി കൂടുന്നു. ലൈബിലിറ്റി കൂടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു അനിൽ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ജേണൽ എൻട്രി ഞാനിവിടെ പാസ് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയതിൽ 5,000 രൂപയുടെ പ്രോഡക്റ്റ് എന്താണ്? ഡാമേജ്ഡ് പ്രോഡക്റ്റാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഈ അനിൽ എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു 5,000 രൂപയുടെ പ്രോഡക്റ്റ് റിട്ടേൺ അയച്ചു. അപ്പോൾ റിട്ടേൺ അയക്കുമ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സാധനം വാങ്ങിയപ്പോൾ അനിൽ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ലൈബിലിറ്റി കൂടിയാണ് നിന്നത്. കാരണം 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? അനിൽ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അനിൽ എന്ന് പറയുന്ന ലൈബിലിറ്റി കുറയുന്നു. കാരണം നമ്മൾ ഇനി 10,000 കൊടുക്കണ്ട, നമ്മൾ എത്ര കൊടുത്താൽ മതി? 5,000 കൊടുത്താൽ മതി. അതുകൊണ്ട് ലൈബിലിറ്റി കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനെ ഡെബിറ്റ് ചെയ്തു. അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറയുന്നു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുന്നു, പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറയുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി അനിൽ അക്കൗണ്ട് ഡെബിറ്റ് 5,000, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ക്രെഡിറ്റ് 5,000 എന്ന് പറയുന്ന ജേണൽ എൻട്രി ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോൾഡ് 10 GB ടു അമൽ ട്രേഡേഴ്സ് അറ്റ് 10,000. അമൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 10,000 രൂപയുടെ 10 TV സെയിൽ ചെയ്യുന്നു. അതായത് 1,00,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അമൽ ട്രേഡേഴ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു 1,00,000 കാണിച്ചു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു 1,00,000 കാണിച്ചു. ഇവിടെ അമൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസറ്റാണ്. കാരണം ഇയാൾ നമുക്ക് പൈസ തരാനുള്ള ആളാണ്, സൺട്രി ഡെപ്റ്ററാണ്. അതുകൊണ്ട് ഞാനിവിടെ അസറ്റ് കൂടിയതായിട്ട് കാണിച്ചിട്ട് ഡെബിറ്റ് ചെയ്തു. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത 10 TVയിൽ 5 TV ഡാമേജ് ആയി എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? 5 TV റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്തായിട്ട് കാണിച്ചു? ഈ സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആയിരുന്നു, ഇൻകം കൂടിയതായിട്ട് കാണിച്ചു. അങ്ങനെ നമ്മൾ ഇത് ക്രെഡിറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ഇൻകം എന്ത് ചെയ്തു? കുറഞ്ഞു. കാരണം നമുക്കിനി 1,00,000 രൂപ കിട്ടത്തില്ല. നമുക്ക് എത്ര കിട്ടൂ? 50,000 കിട്ടൂ. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു? സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഇൻകത്തിനെ കുറച്ചതായിട്ട് കാണിച്ചിട്ട് ഡെബിറ്റ് ചെയ്തു. അമൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഇപ്പോൾ കുറഞ്ഞു, അത് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു അമൽ ട്രേഡേഴ്സ് 50,000 എന്ന് പറയുന്ന ജേണൽ എൻട്രി ആയിരിക്കും പാസ് ചെയ്യുന്നത്.